ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ട്രെയിൻ ഇറങ്ങി വരുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇവിടെ ജനിച്ച് ഇവിടെ ജീവിച്ച് ഇവിടെ തന്നെ മരിക്കുമെന്ന് ഉറപ്പുള്ള, ഞാൻ ക്ലിപ്പിംഗ് കാണിച്ചു തരാം. ഞാൻ തൃപ്പൂണിത്തരക്കാരനാണ്. ഞാൻ കഴിഞ്ഞ ഇലക്ഷന് ഞാൻ തൃപ്പൂണിത്തരക്കാരനാണെന്ന് പറഞ്ഞ ആ ക്ലിപ്പിംഗ് ഞങ്ങളൊക്കെ കണ്ടതാ. നമ്മുടെ കയ്യിലുണ്ടെന്നേ, നമ്മുടെ കയ്യിലുണ്ട്. സ്വയം അതിൽ തർക്കിക്കാനൊന്നും പോകണ്ട. അദ്ദേഹം ഈ ജന്മനാട് നിലമ്പൂരാണ് അദ്ദേഹത്തിന്റെ വോട്ട്. അദ്ദേഹം അതായത് അദ്ദേഹം ഒരു ചർച്ചയിൽ അതുകൊണ്ടല്ല. ശരി സ്വയ നോക്കൂ ഇല്ല സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചോദ്യം ഡോക്ടർ സോയ ഈ സ്ഥാനാർത്ഥി തന്നെ ആരവഹേളിച്ചു? ട്രെയിനിലല്ലേ വന്നേ ഷൊർണൂരിൽ നിന്ന് ഇങ്ങോട്ടുള്ളത് ട്രെയിനല്ലേ? ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരേക്ക് വരാൻ പാസഞ്ചർ ട്രെയിനല്ലേ ഉള്ളത്? ട്രെയിനിൽ വരുന്ന അപാകതയാണോ? സോയ നോക്കൂ, അല്ല താങ്കൾ പറഞ്ഞതിൽ പെശകുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഒന്ന് അദ്ദേഹത്തിന്റെ ജന്മനാട് തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുമ്പോഴും ഇപ്പോഴും മത്സരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വോട്ടിംഗ് മണ്ഡലത്തിലാണ്. അദ്ദേഹം ഇവിടുത്തെ വോട്ടറാണ്. അതിനെ അംഗീകരിക്കാൻ എന്തുകൊണ്ട് രാഷ്ട്രീയമായി മര്യാദ കാണിക്കുന്നില്ല എന്നാണ് അവർ ചോദിച്ചത്. ഈ ജന്മനാട് ഇവിടുത്തെ വോട്ടറാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും രാവിലെ വന്ന് അദ്ദേഹം തന്നെ ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നത് കേട്ടു. എല്ലാ ദിവസവും എല്ലാ തെരഞ്ഞെടുപ്പിലും രാവിലെ അദ്ദേഹത്തിന്റെ ബൂത്തിൽ പോയി ആദ്യ വോട്ട് ചെയ്ത ശേഷം അദ്ദേഹത്തിന് ചുമതലപ്പെട്ട കാര്യങ്ങളിലേക്കോ മണ്ഡലങ്ങളിലേക്കോ തൃപ്പൂണിത്തുറയ്ക്കോ പോയിട്ടുണ്ട്. ഇവിടുത്തെ വോട്ടറാണ്, ഇവിടെ ജന്മനാടാണ്. അത് രാഷ്ട്രീയ മര്യാദയല്ലേ, അത് അംഗീകരിക്കുക എന്നുള്ളത്. പക്ഷെ താങ്കൾ പറഞ്ഞതിൽ ഒരു ധ്വനിയാണ് അവർ വിമർശിച്ചത്. ട്രെയിൻ ഇറങ്ങി വന്ന സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞതിൽ ഒരു അപാകതയുണ്ടെന്നാണ്.